യേശു അപ്പച്ചൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പൂമ്പാറ്റുകളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പൂമ്പാറ്റയുടെ സമയമാകുമ്പം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. ചെറിയ പാട്ടൊക്കെ നമുക്ക് പഠിക്കണ്ടായോ, ചെറിയ കഥകളൊക്കെ കേൾക്കണ്ടായോ, ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണ്ടായോ? യെസ്, നമ്മളെല്ലാം അതിന് റെഡിയാണ് അല്ലേ? നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇത് കാണുന്നു, ഇത് മനസ്സിലാക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി കമൻസ് ഒക്കെ കാണാറുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ, നല്ല ദൈവസ്നേഹമുള്ളവരായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ആര് നമ്മുടെ കൂടെ ഉണ്ടാകണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം അല്ലേ? അങ്ങനെ യേശു ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേത് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ പാട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു. ചില കാര്യങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. അതിലൂടെയെല്ലാം ദൈവം നാം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാവരും ആമീൻ പറഞ്ഞോ? യെസ്, ഓക്കെ. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, വീണ്ടും ആവർത്തിക്കുകയാണേ. വേദപുസ്തകം വായിച്ചായിരുന്നോ? ഇന്ന് പ്രാർത്ഥിച്ചായിരുന്നോ? ഇത് എപ്പോഴൊക്കെ കാണാൻ പറ്റുമോ അപ്പോഴെല്ലാം ഞങ്ങൾ ചോദിക്കും. കാരണം ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ വചനവുമായിട്ട് നമുക്ക് ബന്ധം വേണം, പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ബന്ധം വേണം. വേറെ ഒന്നിലും ആശ്രയിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പാട്ടുകളൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ചിലരൊക്കെ നമുക്ക് സത്യമൊക്കെ പറയാറുണ്ട്. പാട്ടൊക്കെ എഴുതിയെടുക്കണം, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡയറിക്കകത്തൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്കൊരു ചെറിയ ക്ലാപ്പ് പഠിച്ചാലോ? ചെറിയൊരു ക്ലാപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ബട്ടർഫ്ലൈ ക്ലാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് വെച്ചോ. എല്ലാം ഇങ്ങനെ അടച്ചിട്ടേ, ഇൻഡെക്സ് ഫിംഗേഴ്സ് മാത്രം എടുത്തേ, എന്നിട്ട് മാക്സിമം സൗണ്ടിൽ ഇങ്ങനെ അടിച്ചോ. ഓക്കെ, ഞാൻ 3, 2, 1 എന്ന് പറയുമ്പോൾ മാറണേ. 3, 2, 1. കൈ ഇങ്ങനെ എടുത്തോ, എന്നിട്ട് ചേർത്ത് വെക്കല്ല, ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചേ. ചെറിയ സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ടല്ലേ? 3, 2, 1. ഇനിയും ബട്ടർഫ്ലൈ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് കൈയും ക്രോസ് വെച്ചിട്ട് റെഡി. അപ്പം ബട്ടർഫ്ലൈ ക്ലാപ്പ് സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യണം, പിന്നെ 3, 2, 1 കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അടുത്ത 3, 2, 1 പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തിയായിട്ട് ക്ലാപ്പ് ചെയ്യണം. റെഡി? ആർ യു റെഡി? ബട്ടർഫ്ലൈ ക്ലാപ്പ് സ്റ്റാർട്ട്സ് നൗ. ശബ്ദത്തിൽ നല്ല ശബ്ദം വേണം, കേൾക്കുന്നില്ല. 3, 2, 1. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബട്ടർഫ്ലൈ ക്ലാപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില ട്രിക്കുമായിട്ടും ടിപ്സുമായിട്ടും ഒക്കെ നമുക്ക് കാണാം. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു പാട്ട് പഠിക്കണം. ഒരു ചെറിയ ഇംഗ്ലീഷ് കോറസാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ അല്ലേ? അപ്പോൾ ചിലർ മലയാളം മീഡിയത്തിലാണ്, അവരെന്നോട് പരിഭവിക്കരുത്. നമുക്ക് ഇംഗ്ലീഷിലൊരു പാട്ടൊക്കെ പഠിക്കണം. പാട്ടിൻ്റെ ലിറിക്സ് പറഞ്ഞു തരട്ടെ? കൂടെ പറയാമോ? ഓക്കെ, എല്ലാവരും ചേർന്ന് ഉറക്കെ പറയണേ. ഐ ആം യുവർ ചൈൽഡ്, Lord Jesus, I am your child. എല്ലാവരും പറഞ്ഞില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. I am your child, Lord Jesus, I am your child. Every day, every hour, I need your mighty power. I am your child, Lord Jesus, I am your child. അപ്പോൾ ഈ പാട്ടിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ നിന്റെ പൈതലാണ് യേശു കർത്താവേ, നിന്റെ പൈതലാണ്. എവ്രി ഡേ, എല്ലാ ദിവസവും, എവ്രി അവർ, എല്ലാ സമയത്തും എനിക്ക് നിന്റെ ശക്തി വേണം. ഞാൻ നിന്റെ പൈതലാണ്. അത്രേ ഉള്ളൂ ഈ പാട്ടിൻ്റെ അർത്ഥം. ഈ പാട്ടൊന്ന് കേട്ട് നോക്കാം. എഴുതിയെടുക്കാനുള്ളവരൊക്കെ എഴുതിയെടുത്തോണം കേട്ടോ. റെഡി? I am your child, Lord Jesus, I am your child. I am your child, Lord Jesus, I am your child. Every day, every hour, I need your mighty power. I am your child,
Lord Jesus, I am your child. ഇത്രേ ഉള്ളൂ. പാട്ട് ഇഷ്ടമായോ? ഒരു 5 times ക്ലാപ്പ് വന്നേ. യെസ്, താങ്ക് യു. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പാടണേ. I am your child, Lord Jesus, I am your child. പാടിക്കേ. I am your child, Lord Jesus, I am your child. I am your child, Lord Jesus, I am your child. Lord Jesus, I am your child. Every day, every hour, I need your mighty power. I am your child, Lord Jesus, I am your child. ഓക്കെ, ഇനി നമ്മൾ ഇച്ചിരൂടെ സ്പീഡിൽ ഒന്ന് പാടാൻ പോവാണ്. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. I am your child, Lord Jesus, I am your child. I am your child, Lord Jesus, I am your child. Every day, every hour, I need your mighty power. I am your child, Lord Jesus, I am your child. Every day, every hour, I need your mighty power. I am your child, Lord Jesus, I am your child. അപ്പോൾ എല്ലാവരും കൂടെ പാടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പാടിയോ? പാട്ട് ഇഷ്ടമായോ? ഇച്ചിരി സ്പീഡ് കൂടി പാടണോ? വേണ്ട, നമ്മുടെ സമയം മണിക്കുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ പേര് ടോമി എന്നാണ്. ടോമിയെ കാണണോ എന്ന് ഞാൻ തന്നെയല്ല നിൽക്കുന്നത്. ഞാൻ ടോമിയെയും കൂടെ വിളിക്കാൻ പോവാണ്. അവന് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനു വേണ്ടിയാണ് വരുന്നത്. വിളിക്കട്ടെ? അങ്ങനെയാണ് വിളിച്ചേ. ടോമി വായോ. അയ്യോ, എല്ലാവരും വിളിച്ചില്ലല്ലോ. നന്നായിട്ട് ഉറക്കെ വിളിച്ചാലേ ഞാൻ വരത്തുള്ളൂ. ടോമി വായോ. ആ, ടോമി ഇപ്പൊ വരും, നോക്കിക്കോ. യെസ്, ഇതാ ടോമി എത്തിയിരിക്കുന്നു. ഹായ്. ഓ ടോമി, നിന്നെ കാത്തിരിക്കുവായിരുന്നു കൂട്ടുകാർ. അവരാ നിന്നെ ഇത്ര നേരം വിളിച്ചോണ്ടിരുന്നേ. നീ കേട്ടായിരുന്നോ ടോമി ടോമി എന്ന് വിളിക്കുന്നേ? അയ്യോ, കേട്ടില്ലെന്ന്. ഇച്ചിരി ഉറക്കെ വിളിച്ചേ. ടോമി എന്നൊന്ന് വിളിച്ചേ. അപ്പോഴേ ടോമിയെ, ഏതാണ്ട് കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞോണ്ടല്ലേ നീ എൻ്റെ കൂടെ വന്നേ. എന്തോ ഇവരോട് പറയാനുള്ളത്? അതെ, ഈ മൈക്കേന്നൊക്കെ ഒന്ന് കൈ എടുത്ത് മാറ്റിക്കേ. അത് ആകെപ്പാട് വിഷയമാവും. ആ, ഇനി പറഞ്ഞേ, എന്തോ പറയാനുള്ളേ? ഓ, എനിക്കൊരു വാക്യം പറയണം. നിങ്ങക്ക് വാക്യമൊക്കെ പറയാൻ അറിയാവോ? ടോമി നന്നായിട്ട് വാക്യമൊക്കെ പറയും. ടോമി ഒരു വാക്യം പറയും, കേക്കണേ. അയ്യോ, പറയട്ടെ എന്ന്. പറയട്ടെ ടോമി, പറയട്ടെ. റെഡി? ടോമി വാക്യം പറഞ്ഞേ. ഏത് വാക്യം പറയാൻ പോന്നേ? ആ, ടോമിക്ക് അറിയാവുന്ന ഒരു വാക്യം പറയാൻ പോവാണേ. വിശ്വാസത്തിന്റെ. ഓ, വിശ്വാസത്തിന്റെ. ആ, വിശ്വാസത്തിന്റെ. പിന്നെ പറ. എന്നോട് പറയാൻ പറയുന്നു, നീ അങ്ങോട്ട് നോക്കി പറ. വിശ്വാസത്തിന്റെ. ഓ, ബാക്കി പറ. നായകനും വിശ്വാസത്തിന്റെ നായകനും. കണ്ടോ, അവർക്ക് ആ വാക്യം അറിയാൻ ടോമി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഓ, ടോമി വാക്യം പറഞ്ഞു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങോട്ട് നോക്ക്. ആ, ടോമി നന്നായിട്ട് വാക്യം പറഞ്ഞില്ല. നല്ലൊരു ക്ലാപ്പ് കൊടുത്തു ടോമിക്ക്. ആ, ടോമിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ആ വാക്യം ഒന്ന് ചേർന്ന് പറയാം. ഞാൻ പറഞ്ഞു തരണോ ടോമി പറഞ്ഞു തരണോ? ടോമി പറയാമേ. ടോമി ആ വാക്യം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്റെ ചക്കരയല്ലേ. ആ, ഒന്നുകൂടെ പറഞ്ഞേ. വിശ്വാസത്തിന്റെ. ആ, എല്ലാരും ചേർന്ന് പറഞ്ഞേ. വിശ്വാസത്തിന്റെ ആ നായകനും പൂർത്തി വരുത്തുന്നവനുമായ. ഓ, ഇത്ര നീട്ടി പറയണോ? യേശുവിനെ നോക്കുക. അങ്ങനെയാണെങ്കിലേ ടോമി, നീ യേശുവിനെ നോക്കാറുണ്ടോ? ഓ, യേശുവിനെ നോക്ക. നീ എപ്പോഴാ നോക്കുന്നേ? രാവിലെയാണോ രാത്രിയിലാണോ? എന്നെ നോക്കിയല്ല, അവിടെ നോക്കി പറ. എപ്പോഴാ നീ യേശുവിനെ നോക്കുന്നേ? അയ്യോ, എപ്പോഴും നോക്കുമെന്ന്. ടോമി നീ കള്ളം പറഞ്ഞല്ലേ? അല്ല, ടോമി കള്ളം പറഞ്ഞല്ല. ടോമി എപ്പോഴും പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരനാ കേട്ടോ. ടോമി, അങ്ങനെയാണെങ്കിലേ യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്തുവാ കിട്ടുന്നേ? എന്നെ നോക്കാനല്ല, അവിടെ നോക്കി പറ. കൂട്ടുകാരെ നോക്കി പറ. കളിപ്പാട്ടം കിട്ടും.
അതിനാണോ യേശുവിനെ നോക്കുന്നത്? കളിപ്പാട്ടം കിട്ടാനാണോ യേശുവിനെ നോക്കുന്നത്? പിന്നെ എന്തിനാ യേശുവിനെ നോക്കുന്നത്? അങ്ങോട്ട് നോക്കി പറ. യേശുവിനെ നോക്കുന്ന ആഹാരം കിട്ടും. ആഹാരത്തിന്റെ കാര്യം മാത്രം. ആഹാരം കിട്ടുമെന്ന്? ആഹാരത്തിന് മാത്രം മതിയോ ജീവിക്കാൻ? അങ്ങനെയാണെങ്കിലേ ടോമി, എനിക്ക് ഈ കൂട്ടുകാരോടും നിന്നോടും ഒരു കാര്യം പറയാനുണ്ട്. യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ. കേട്ടിട്ടുണ്ടോ? ഓ, രൂപാന്തരം. ടോമിക്ക് അറിയാം കേട്ടോ. അപ്പോഴേ വേദപുസ്തകത്തിൽ നീളം കുറഞ്ഞ ഒത്തിരി പൈസ ഉള്ള ഒരാളെ പറ്റി പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ആരാ? നീ എന്നാ പറ. ടോമി പറ, ആരാ? അത് ശരി, അറിയാമെന്ന് പറഞ്ഞിട്ട് ആലോചിക്കുകയാണോ? അങ്ങോട്ട് നോക്കി പറ. എന്നോട് ചോദിക്കുവാണ് ആരാന്ന്. നീളം കുറഞ്ഞിട്ടുള്ള ഒത്തിരി കാശ് സമ്പാദിക്കുന്ന പലിശക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഓ, ഇപ്പൊ കണ്ടോ, ക്ലൂ കൊടുത്തപ്പോ അവന് മനസ്സിലായി. സക്കായി യേശുവിനെ കാണാൻ ശ്രമിച്ചായിരുന്നല്ലേ? എപ്പോഴാ? ആ നഗരത്തിലൂടെ വരുന്നു എന്ന് കണ്ടപ്പോ യേശുവിനെ കാണാൻ ശ്രമിച്ച സക്കായി എവിടെയാ ഓടിക്കേറിയേ? എടാ, ഞാൻ ആ കൂട്ടുകാരോടൊന്ന് ചോദിച്ച, നീ ഒന്ന് നിന്റെ കാര്യം കൊണ്ട് നിന്നെ കൊണ്ടുണ്ടായിരുന്നു. എവിടെയാ കേറിയേ? കാട്ടത്തി മരത്തിലാ കേറിയ. കാട്ടത്തി മരത്തിൽ കേറിയ സക്കായി യേശുവിനെ കണ്ടു. യേശു കർത്താവ് എന്തോ പറഞ്ഞു? ഇവൻ മിടുക്കനല്ലേ കൂട്ടുകാരെ? എല്ലാ ആൻസർ ഇവൻ തന്നെയാ പറയുന്നല്ലേ. സക്കായിയെ വേഗം ഇറങ്ങി വാ. പിന്നെന്തോ പറഞ്ഞേ? എന്തോ ഒന്നും മിണ്ടുന്നില്ലോ? ഓ, നിങ്ങൾ പറയട്ടെ. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവിടെ താമസിക്കാൻ ചെന്ന യേശു കർത്താവ് രാത്രിയിൽ സക്കായിയെ വീണ്ടും ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചു അല്ലേ? യേശു ആണോ ശ്രമിച്ചത്? സക്കായി ആണോ ശ്രമിച്ചത്? സക്കായി അല്ലേ? സക്കായി എന്തോ ചെയ്തു രാത്രിയിൽ? യേശു കർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യേശു കർത്താവേ, ഞാൻ ചതിവായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കാം. ആരെ കാണാൻ ശ്രമിച്ചപ്പോഴാ സക്കായിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേ? യേശുവിനെ കാണാൻ ശ്രമിച്ചപ്പോ. അങ്ങനെയാണെങ്കിലേ യേശുവിനെ കാണാൻ ഇഷ്ടമാണോ? കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയും അല്ല. കണ്ടോ ടോമിക്ക് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും അല്ല. പിന്നെ യേശു കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിൽ ഗെറ്റ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം കിട്ടും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആരിലാകുമ്പോഴാ? ക്രിസ്തുവിലാകുമ്പോൾ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പോവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സാൽവേഷൻ കിട്ടും. എനിക്കറിയാം. എന്തോ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സാൽവേഷൻ എന്ന് പറഞ്ഞാ രക്ഷ. എനിക്ക് വയ്യ. നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടാ? നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സാൽവേഷൻ, രക്ഷ കിട്ടും അല്ലേ? രക്ഷിക്കപ്പെടുവാൻ നമുക്ക് വേറെ ഒരു സാധ്യതയല്ല. അത് യേശു കർത്താവിനോട് കൂടെ മാത്രമേ ഉള്ളൂ. അന്ന് രാത്രിയിൽ സക്കായിക്ക് പുതിയൊരു പേര് കിട്ടി. സക്കായി, ചുങ്കക്കാരൻ സക്കായി എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ പിന്നീട് പറയുന്നത് അവൻ അബ്രഹാമിന്റെ മകനായി മാറി അല്ലേ? ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഒരു പുതിയ ഐഡന്റിറ്റി കിട്ടി. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ടോമിയോട് ചേർന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം. ഒരു നല്ല ട്രാൻസ്ഫോർമേഷനുള്ള, സാൽവേഷൻ കിട്ടുന്ന യേശുവിനെ നോക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. ആ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. ഞാനിവിടെ ചേർന്ന് പറയട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ആ യേശുവിനെ നോക്കി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കണ്ണടച്ചേ. ടോമി കണ്ണടച്ചേ, കൈകൂപ്പിക്കേ. ഓക്കെ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ, യേശു കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞാനല്ല ടാറ്റ പറയണ്ടേ, നമുക്ക് പിന്നെയും കാണാം കേട്ടോ. ഇവൻ ആകെപ്പാട് പ്രയാസമായി. ഓക്കെ, ബൈ, സീ യു.